ജീവിതവും ജലവും. ജലത്തെ ജീവിതത്തിൽ നിന്നും ജീവനുള്ളവയിൽ നിന്നും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ലോകത്തിലെ 5 പ്രധാനവും ഏറ്റവും മികച്ചതുമായ ജലമാണ് ഫ്രാൻസിലെ ലൂട്സ് ജലം, ജർമ്മനിയിലെ നോർഡനെ, ഇന്ത്യയിലെ നടന ജലം, മെക്സിക്കോയിലെ ലെക്കോട്ട ജലം, സൗദി അറേബ്യയിലെ സംസം വാട്ടർ. നിരവധി പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലം രോഗചികിത്സയുടെ ഭാഗമായി മരുന്നായി ഉപയോഗിക്കപ്പെടുന്നു. റിസർച്ചുകളുടെയും പഠന റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളിലുള്ള ജലത്തിൽ ധാരാളം മിനറൽസിന്റെയും മോളിക്യുലർ ഹൈഡ്രജന്റെയും നിറസാന്നിധ്യമുള്ളതായി കാണപ്പെടുന്നു. മിനറൽസ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ജലം ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുണ്ടെങ്കിലും മുൻപ് പറഞ്ഞ 5 പ്രദേശങ്ങളിലല്ലാതെ രോഗശമനത്തിന് ജലം പ്രയോജനപ്പെട്ടതായി പഠനങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ മിനറൽസിലും വ്യത്യാസമുള്ളതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലെ രോഗനിർമൂലന രഹസ്യം ഹൈഡ്രജൻ ആണെന്ന് കാണാം. ഹൈഡ്രജൻ ഏതു തരത്തിലുള്ള മൂലകമാണ്? ജോൺ ഹോക്കിൻസ് യൂണിവേഴ്സിറ്റി 1876 മുതൽ 39 നോബൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളത് അവരുടെ 2 തരത്തിൽപ്പെട്ട കണ്ടെത്തലുകൾക്കുള്ളതായിരുന്നു. 36,000 അസുഖമുണ്ട് എന്നതും അതിൽ 90% രോഗങ്ങൾക്കും ഫ്രീ റാഡിക്കൽസ് നേരിട്ട് കാരണമാകുന്നു എന്നതും കണ്ടെത്തി. എന്താണ് ഫ്രീ റാഡിക്കൽസ്? ഭക്ഷണവും ഓക്സിജനും ഉപയോഗിച്ച് ശരീരത്തിനാവശ്യമായ എനർജി അഥവാ ഊർജം ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് സഹായകമാകുന്ന വസ്തുക്കളെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നു. ഫ്രീ റാഡിക്കൽസ് പ്രധാനമായും 2 തരമുണ്ട്: ഉപകാരികളായതും ഉപദ്രവകാരികളായതും. അതിൽ ഉപകാരികളായ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കടക്കുന്ന ബാക്ടീരിയയെ നശിപ്പിക്കുന്നു. എന്നാൽ ഉപദ്രവകാരികളായ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിന് ശത്രുക്കൾ തന്നെയാണ്. അവയെ ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് എന്ന് പറയുന്നു. കോശങ്ങളുടെ സംരക്ഷണ ഭിത്തിയെ നശിപ്പിച്ച് പ്രോട്ടീനുമായി യോജിച്ച് തന്മൂലം ജയാപചയ പ്രവർത്തനത്തിന് കാരണമായി DNA നശിപ്പിക്കുന്ന അപകടകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതുമൂലം അകാല വാർദ്ധക്യത്തിനും മാറാരോഗങ്ങൾക്കും അടിമപ്പെടാൻ ഇടവരുന്നു. ഹൈഡ്രജന് ഇത്തരം അപകടകാരികളായ ഹൈഡ്രോക്സിൽ റാഡിക്കൽസിനെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. പീരിയോഡിക് ടേബിളിൽ ആറ്റമിക് നമ്പർ 1 കൂടാതെ വളരെ ചെറുതും നേർമയുമുള്ള മൂലകമാണല്ലോ ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ അതിനു മാത്രമേ വളരെ ചെറിയ കോശത്തിൽ പോലും ആഴ്ന്നിറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഹൈഡ്രജനെ രക്തം, ജലം, തലച്ചോറ്, കൊഴുപ്പ് തുടങ്ങി എവിടെ വേണമെങ്കിലും ലയിപ്പിക്കാനോ പ്രവേശിപ്പിക്കാനോ സാധിക്കുന്നത്. കോ എൻസൈമിനേക്കാൾ 864 മടങ്ങും വിറ്റാമിൻ സിയേക്കാൾ 176 മടങ്ങും ചെറുതും എഫക്റ്റീവുമായ ആന്റി ഓക്സിഡന്റ് ആണ് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ആളുകൾ 1.5 ലിറ്ററെങ്കിലും ഹൈഡ്രജൻ സമ്പുഷ്ടമായ ജലം ഒരു ദിവസം കുടിക്കുന്നത്. അതിലൂടെ 756 വാഴപ്പഴം കഴിക്കുന്നതിനും 516 ആപ്പിൾ കഴിക്കുന്നതിനും തുല്യമായി ആന്റി ഓക്സിഡന്റ് ശരീരത്തിന് പ്രദാനം ചെയ്യുന്നു. 2019 ആദ്യ 6 മാസത്തിനുള്ളിൽ തന്നെ 1000-ലധികം പഠനങ്ങൾ ഹൈഡ്രജന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകത്ത് നടന്നുകഴിഞ്ഞു. ശരീരത്തിൽ ആവശ്യത്തിന് ഹൈഡ്രജൻ ലഭിക്കുന്നതിലൂടെ നിരവധി പ്രയോജനങ്ങളുണ്ട്. ആന്റി ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, ആന്റി അലർജി, ആന്റി അപ്പോപ്റ്റോസിസ്, പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, ശരീരത്തിന്റെ ലിപ്പിഡ് മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു അഥവാ കൊഴുപ്പ് അടിയുന്നതിനെ ഇല്ലാതാക്കുന്നു. കൂടാതെ ആന്റി ഓക്സിഡന്റ് അധികമായി ലഭിക്കുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ വാട്ടർ മനുഷ്യ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമായതും പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാത്തതും വളരെ സുരക്ഷിതവും പ്രകൃതിദത്തവുമാണ്.